അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. 10 കൊല്ലം ഞാൻ അടുത്തിരുന്നിട്ട് മുഖത്തേക്ക് നോക്കിയിട്ടില്ല. നോക്കാൻ കഴിയൂല. കാരണം അവർക്ക് റസൂലുള്ളാഹിനെ അറിയാം. അള്ളാഹു അവരുടെ കൽബിൽ നൂറാനിയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നൂറാനിയത്ത് കൽബിലിട്ട് കൊടുക്കുമ്പോഴാണ് ആ ജലാലിയത്തിനെ മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് നോക്കാൻ കഴിയില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. ആരാ അനസ് റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹിന്റെ 10 കൊല്ലത്തെ ഖാദിമാണ്. എന്തിനാ നീ അങ്ങനെ ചെയ്തത് എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ള അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടില്ല. കുട്ടികളും മുതലും കൊണ്ട് എൻ്റെ അനസിനെ നീ ആദരിക്കണമേ റബ്ബേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ കവിളിലൂടെ ഇങ്ങനെ റസൂലുള്ള തലോടിയിട്ടുണ്ട്. എപ്പോഴും എൻ്റെ കവിളിൽ നിന്ന് കസ്തൂരിയുടെ മണം വരുമെന്ന്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ 20ാമത്തെ വയസ്സിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. പിന്നെ 80ലധികം കൊല്ലം കഴിഞ്ഞിട്ടാണ് അനസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അപ്പോഴും പറയുകയാണ്, 80 കൊല്ലം മുന്നേ റസൂലുള്ള എൻ്റെ കവിളിലെ കൈവച്ചപ്പോഴുള്ള വാസന ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. ഈ അനസ് റളിയല്ലാഹു അൻഹുവിന് പ്രേമവും ബഹുമാനവും കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. എന്താ അല്ലേ അവരുടെ പ്രേമം!